ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചക്കക്കുരു മാങ്ങാക്കറിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന, തേങ്ങയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ആദ്യം തന്നെ ഒരു കുക്കർ എടുത്ത് കഷണങ്ങളാക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരു നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതിൽ 1 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങൾ ഇത്രയും ഇട്ട് കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് നമുക്ക് ഇതൊന്ന് 3-4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാനായിട്ട് കുറച്ച് വറ്റൽമുളകും കുറച്ച് വെള്ളുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 4 വിസിൽ വന്നതിന് ശേഷം നമ്മുടെ കുക്കർ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഞാൻ നന്നായി യോജിപ്പിച്ചെടുക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി അടുപ്പിലേക്കൊരു പാൻ വെച്ച് കുറച്ച് എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ ചതച്ച് വെച്ച വെള്ളുള്ളി, അതുപോലെ വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ആദ്യം വെള്ളുള്ളിയാണ് ചേർത്തത്. വെള്ളുള്ളി ഒന്ന് വഴന്ന് വന്നിട്ട് നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചക്കക്കുരു മാങ്ങ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതിപ്പോൾ നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ വെള്ളം കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചക്കക്കുരു മാങ്ങ കറി റെഡിയാവും. ഇതിപ്പോൾ നന്നായി യോജിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് അല്പനേരം കൂടെ തിളക്കട്ടെ. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചക്കക്കുരു മാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക.